ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ കാമിയോ റോഡിലെത്തിയിരിക്കുന്ന ചിത്രമാണ് വിഷ്ണു മഞ്ജു നായകനായി എത്തിയിരിക്കുന്ന ചിത്രം കണ്ണപ്പ. സിനിമ ഇറങ്ങി 3 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ മോഹൻലാൽ എന്ന ഒരൊറ്റ പവർ കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം കളക്ഷൻ വരുന്നത്. സിനിമയ്ക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് സിനിമയ്ക്ക് നല്ല ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് തെലുങ്കിലും കന്നഡയിലുമൊക്കെ സിനിമയ്ക്ക് മികച്ച ഒരു അഭിപ്രായമാണ്. ആദ്യ ദിനത്തിൽ വേൾഡ് വൈഡായിട്ട് 17 കോടിയോളം അല്ലെങ്കിൽ 18 കോടിയോളമാണ് സിനിമയ്ക്ക് എത്തിയതെങ്കിൽ രണ്ടാം ദിനത്തെ കളക്ഷൻ, അതായത് ശനിയാഴ്ചത്തെ കളക്ഷൻ കൂടി എത്തി കഴിഞ്ഞപ്പോൾ 30,76,00,000, അതായത് 31 കോടി എന്ന് നമുക്ക് തന്നെ പറയാം. സിനിമ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കേരള കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ ദിനം 26 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നതെങ്കിൽ ഇന്നലെ ശനിയാഴ്ച ലഭിച്ചിരിക്കുന്നത് 19 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്ഡ് കളക്ഷൻസ് പുറത്തുവിടുമ്പോൾ നമുക്ക് ഇന്നലത്തേക്കാൾ മികച്ച ഒരു കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 14 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇന്ന് സിനിമ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള ഒരു കണക്കുകളാണ്. അതായത് 3 ദിവസം കൊണ്ട് സിനിമ ഏകദേശം 60-65 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും. ഇങ്ങനെയൊരു സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കയറുന്നത് പോലും വലിയ സംഭവം തന്നെയാണ്. വേറൊന്നുമല്ല, അത്ര നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ വന്ന ഈ ഒരു സിനിമ മോഹൻലാൽ എന്ന വെറും 5 മിനിറ്റിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത്ര കളക്ഷൻ ലഭിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ട കാര്യം കൂടിയാണ്. വമ്പൻ ക്യാമിയോ റോളുമായി വന്നിരിക്കുന്ന ഈ ഒരു സിനിമയാണ്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയ ഒരു വമ്പൻ താരനിരയോട്, അതായത് ഇന്ത്യയിലെ മുഴുവൻ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആണ് മുകേഷ് കുമാർ സിംഗ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കുന്നത്. കണ്ണപ്പ എന്ന സിനിമ ഒരു ഭക്തി സിനിമയായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തെലുങ്ക്, കന്നഡ ഭാഷകളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മതിപ്പുമായി മുന്നോട്ട് പോവുകയാണ്. നിസാം പോലെയുള്ള സ്ഥലങ്ങളിൽ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് പോകുമ്പോഴും തട്ടിപ്പോക്ക് അല്ലെങ്കിൽ തരികിടകളൊന്നും കാണിക്കാത്ത കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് തന്നെയാണ് അവർ ഇപ്പോൾ പുറത്തു വരുന്നത്. വേണമെങ്കിൽ ഇന്ന് അവർക്ക് 100 കോടി അടിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 2 ദിവസം കൊണ്ട് 31 കോടിയാണ് അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളെങ്കിൽ ഇന്നത്തോടെ സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.